വെൽക്കം ടു ബിഗ് മൗത്ത് ടോക്സ്. ഓക്കെ, അപ്പൊ എന്താണ് പരിപാടി? ഇന്ന് നമ്മളൊരു ഇച്ചിരി സീരിയസ് ടോപ്പിക്കാണ്. നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടില്ല. അതാണ് പയ്യനെ കാണാനില്ല, ശീലോടെ പോയി. അതിന്റെ വരുമായിരിക്കും. അല്ല, അതിന്റെ റീസൺ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് എന്നറിയാമോ? പ്രേതമുണ്ടോ അതോ ഇല്ലയോ? അതോ എന്താണ് പ്രേതം? പ്രേതം പ്രേതം എന്നാൽ എന്താണ്? എന്താണ് അതെ, അതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രേതം എന്നാൽ പാലാണ് അങ്ങനെ കണ്ടല്ലേ? എന്താണ് ഇതൊക്കെ പറയുന്നത്? എന്തോ പട്ടായി. പേടിയുണ്ടെങ്കിൽ പറ മുമ്പേ. ഇന്ന് ഇനിയിപ്പോ ഉറങ്ങത്തില്ല. പേടിയുണ്ടെങ്കിൽ മുമ്പേ പറ. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേതം അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി അത് ഉണ്ടോ ഇല്ലയോ. ഇച്ചിരി സീരിയസ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഓക്കെ, ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പ്രേതം എന്ന് പറഞ്ഞാൽ പ്രേതമല്ല ശരിക്കും. ഇതൊരു ഭൂതവും പ്രേതവും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എൻ്റെ എതിരില്ല. ലൈക്ക് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും, ബട്ട് നമ്മളൊരു കാണാത്തൊരു സംഭവം നമ്മൾ എങ്ങനെ നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവങ്ങളോ അങ്ങനെ? നിങ്ങൾ ഈ കാറ്റിനെ കാണുന്നുണ്ടോ? ശരി, അത് സയന്റിഫിക്കലി പ്രൂവൺ. കാറ്റ് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അല്ലെങ്കിൽ കാറ്റുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കാരണം നമ്മളിപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ തട്ടിപ്പോകുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ആ കാറ്റ് ഏതെങ്കിലും പ്രേതം തൊട്ട് പോണതാണെങ്കിലും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ ഈ പ്രേതത്തിനെ നമ്മൾ കാറ്റ് ഫീൽ ചെയ്തത് പോലെ പ്രേതത്തിനെ ചിലര് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ സാഹചര്യത്തില് നമ്മൾ ഈ കിടക്കുമ്പോ, നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നമ്മുടെ ഇപ്പുറത്ത് ഒരു ആൾ കിടപ്പുണ്ടെങ്കിലും നമ്മൾ അറിയാതെ. അല്ല, ഇതിപ്പോ നിങ്ങള് വീടിന്റെ നിന്ന സ്ഥലം പണ്ട് പണ്ട് ജന്മിമാരുടെ കാലത്തായാലും ഒരു ശവപ്പറമ്പോ ചുടുകാടോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിലും. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ അറിയാതെ അവിടെ കിടക്കുകയാണെന്ന് വെച്ചു, എനിക്കത് അറിയില്ല അത് പണ്ടൊരു ശവപ്പറമ്പാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഉറങ്ങുമ്പോൾ എനിക്കൊരു പേടിയില്ല, അവിടെ പേടിയില്ല. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് എനിക്ക് അവിടെ ഒരു പേടി വരുന്നത്. പിന്നെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിലോട്ട് കമ്പയർ ചെയ്യും. അപ്പൊ അതിന്റെ മൈൻഡിന്റെ ഒരു നിങ്ങൾ ഈ പറഞ്ഞെന്ന് തന്നെ മനസ്സിലായില്ലേ സംഭവം എന്തോന്നാണെന്ന്? എന്താണ് മൈൻഡിന്റെ ഒരു കൺട്രോൾ തന്നെയാണിത്. മൈൻഡ് ആണല്ലോ, അതൊരു mind. ഇപ്പോ നമ്മൾ പേടിക്കണം കുറച്ച് സംഭവങ്ങളെ. അതായത് ഒരു സ്ഥലത്ത് പകൽ എന്തൊക്കെ ഉണ്ടോ അത് തന്നെ രാത്രിയുള്ളൂ. അപ്പം നമ്മൾ അതിലേക്കൂടെ ഒറ്റയ്ക്ക് തനിച്ചു പോകാനോ, എത്ര രാത്രിയായാലും തനിച്ചു പോകാനോ പേടിക്കേണ്ടത് ഈ പ്രേതങ്ങളെ നെഗറ്റീവ് എനർജി ഒന്നുമല്ല. കള്ളന്മാര്, പട്ടികള്, കാട്ടുപന്നി. സൈക്കോപാത്ത്, മെയിനായിട്ട് കാട്ടുപന്നി, കാട്ടുപന്നിയാണ് ഇപ്പൊ main. ഇതിനെയൊക്കെയാണ് നമ്മൾ പേടിക്കാറുള്ളത്. മനുഷ്യന്മാരെ മാത്രം പേടിച്ചാൽ മതി നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ. മനുഷ്യന്മാര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേതത്തിനെ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ മനുഷ്യനെ കൊല്ലുന്നു, അങ്ങനെയുള്ള മനുഷ്യൻ തമ്മിലടിക്കുന്നു, അങ്ങനെയുള്ളതല്ലാണ്ട് ഈ പ്രേതങ്ങൾ ഒരാളെ കൊന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അതിൽ എനിക്കൊരു ഇതിൽ ഓക്കെ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. ഇത് ഇപ്പം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഈ പ്രേതം ഉണ്ടോ ഇല്ലയോ എല്ലാവരും ഒരു വട്ടമെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വഴി അവർക്കൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിട്ടുള്ള. അപ്പോഴത്തേക്ക് ഇത് ഒരു അമ്പലത്തിൽ നമ്മൾ പോകുമ്പം എന്തിനാണ്? ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. പോസിറ്റീവും നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് പ്രേതത്തിന്റെ കാര്യത്തിലല്ല, ഒരു പോസിറ്റീവ് എനർജി ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് സയന്റിഫിക്കലി തെളിയിച്ചിട്ടും ഇല്ല, തെളിയിക്കാതിരുന്നിട്ടും ഇല്ല. രണ്ടും ഉണ്ട്. രണ്ടിന്റെ മിഡിൽ നിൽക്കുകയാണ്. സയൻസിന് പറയാൻ പറ്റുന്നില്ല. അതായത് പ്രേതം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷേ റിലീജിയസ്ലി പ്രേതമുണ്ട്. അതെ, അത് ഏത് റിലീജിയൻ എടുത്താലും ആ റിലീജിയനിൽ പ്രേതത്തിന് ഒരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നേ നമ്മൾ ഈ കാണുന്നതാണ്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതായിരിക്കും പ്രേതം. ഒരിക്കലും അല്ല. അത് നമ്മൾ ഈ പ്രേതം എന്നുള്ള ഒരു വാക്ക് തന്നെ നമ്മൾ കണ്ടെത്തിയത് സിനിമയെന്നാണ്. അല്ല, നമ്മൾ ഈ പ്രേതം പക്ഷെ എല്ലാം പേടിപ്പിക്കുന്ന ടൈപ്പാണല്ലോ, നമുക്ക് പേടിപ്പെടുത്തുന്ന. ശരിക്കും അങ്ങനാണോ? അത് ചിലപ്പോൾ ഒരു എനർജി, ഒരു സോഴ്സ് നെഗറ്റീവായിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കൂലേ അത്?
ഈ ഇപ്പം സിനിമകളിലെന്ന് വെച്ചാൽ സിനിമകൾ എന്താണെന്നാണ് എയിം ചെയ്യുന്നത്, അവർ ഉദ്ദേശിക്കുന്ന ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കുക. അതിപ്പം ഒരു ജംസ്കെയറിന്റെ രൂപത്തിലാണെങ്കിൽ ഒരു നോർമലായിട്ടൊരു സ്ഥലത്ത് സൈലന്റ് ആയിട്ട് പോകുന്നു, പെട്ടെന്ന് ഒരു സൗണ്ട് ഇടുന്നു. ഭൂതകാലത്തിലൊന്നും ജംസ്കെയറേ ഇല്ല. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്ന, ഒരു ഭീകര അന്തരീക്ഷം കൊണ്ടുവരിക. അപ്പൊ അത് നമ്മളെ മൈൻഡും അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും സത്യത്തിൽ ഇതുണ്ടാ ഇങ്ങനെ. ആ ഒരു ഇതിലാണ് ഇപ്പോഴും നിൽക്കുന്നത്, പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംഭവം. അപ്പോഴീ സിനിമകളിൽ കൂടെ കിട്ടിയ നമുക്ക് അറിവാണ് ഈ പ്രേതം നമ്മളെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ട് അങ്ങനെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മൊത്തത്തിൽ മൈൻഡ് കൺട്രോളാണ്. ഈ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സ്ലീപ്പ് പാരാലിസിസ് നമ്മൾ ഉറങ്ങുമ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് വേണേൽ തോന്നാം, എന്തും തോന്നാം, അത് മനസ്സിൽ തോന്നുന്നതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് സ്ലീപ്പ് പാരാലിസിസ് വന്നിട്ടില്ലടാ? എനിക്ക് വന്നിട്ടുണ്ട്. സ്ലീപ്പ് പാരാലിസിസ് എന്നുള്ള ഒരു സംഭവം നമ്മളെ ബ്രെയിൻ, നമ്മൾ ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ ഉണരുകയും ബോഡി ഉണരാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ബോഡി അനക്കാൻ, അതായത് വിരൽ പോലും അനക്കാൻ പറ്റില്ല, കണ്ണ് മാത്രം ഇങ്ങനെ തുറക്കാൻ പറ്റും, കണ്ണിങ്ങനെ അനക്കാൻ പറ്റും, വേറെ ഒന്നിനും പറ്റൂല. നമ്മൾ ചിലവരൊക്കെ ചിലപ്പോ ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ മരിച്ചു പോയ, അതായത് എനിക്ക് വന്നിട്ടുള്ളപ്പോ ഞാൻ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സൗണ്ട് വെളിയിൽ വരുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം സ്ലീപ്പ് പാരാലിസിസിനെ പറ്റി ഞാൻ ഒരു വീഡിയോയിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഇതിലൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇവര് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാള് നമ്മൾ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ റൂമിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു രൂപത്തിനെ കാണാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത് വന്ന സമയത്ത് എനിക്ക് ആ ഒരു സംഭവം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ കണ്ണ് മാത്രമേ അനക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ കണ്ണിലിട്ട് ഇങ്ങനെ റൂമിന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് എല്ലാം നോക്കിയിട്ടും അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നില്ല. പക്ഷെ അനങ്ങാനും പറ്റുന്നില്ല, ഇങ്ങനെ കിടക്കുന്നു. പിന്നെ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട് കണക്ക് ബോഡി റിയാക്ട് ആയി ചാടി. നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവിടെ നടക്കുന്നത്? ഈ മരണം ഒന്നും അത് അവന്റെ കൂടെ ചോദിച്ചാൽ അറിയാൻ പറ്റും. മറ്റേ കേടലിന്റെ കൂടെ അവൻ 3 പേര് മരിച്ചത് നേരിട്ട് കണ്ടല്ലേ, ആസ്ട്രൽ പ്രൊജക്ഷൻ. അത് ഈ സംഭവം ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ കൊന്നിട്ട് അവരുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ആത്മാവ് ആയിട്ടുള്ള ബാക്കി സംഭവത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ എല്ലാം നടക്കുന്ന ഒരു എനർജി ആയിരിക്കാം, ഒരു എനർജി സോഴ്സ് ആയിരിക്കാം. ഇപ്പം ഹൃദയത്തിനെ പമ്പ് ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ, സയന്റിഫിക്കലി വേറെ എന്തെങ്കിലും ഒരു കാര്യം, പക്ഷെ ഒരു എനർജി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനർജി ഉണ്ടാവാം, നമ്മളിങ്ങനെ എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജി നഷ്ടപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നത്. നമ്മൾ ഈ പക്ഷെ എനർജി നഷ്ടപ്പെടുകയാണോ അതോ ട്രാൻസ്ഫർ ആവുകയാണോ? എനർജി ഈ എനർജി ഒരിക്കലും നശിക്കുന്നില്ല. നമ്മൾ ഈ ബോഡിയിൽ നിന്ന് ആ എനർജി പുറത്തോട്ട് പോവുകയാണ്. അത് പിന്നെ എങ്ങോട്ട് പോകും? ചിലര് പറയുന്നില്ലേ അടുത്ത ജന്മത്തിൽ പട്ടിയായിട്ടും. അപ്പോ അങ്ങനെ നമ്മളെ ബോഡിയിൽ നിന്ന് എനർജി മാറി ആ എനർജിയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രേതമെന്നോ അല്ലെങ്കിൽ ഈ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പേടി തന്നെയാണ്. നമ്മളെ മനസ്സിൽ ഒരു സംഭവത്തിനെ പറ്റി പേടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളൊരു അപകടത്തിൽ പെടുമ്പോൾ ആ സ്ഥലത്ത് ഇന്നതുണ്ട് എന്ന് വെച്ച് നമുക്കൊരു പേടി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് എന്ത് നടന്നാലും നമ്മൾ അതിനെ അതുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മിക്കപ്പോഴും. അപ്പൊ അതാണ് മെയിൻ സംഭവം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം പണ്ട് കാലത്തൊക്കെ ഒരു ചുടുകാട് എന്തെങ്കിലും ആണെന്ന് നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന ഇതൊരു ചുടുകാട് അങ്ങനെ എന്തെങ്കിലും ആണെന്നുള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഇവിടെ ഒറ്റയ്ക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റൂല. മൈൻഡിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ഹോണ്ടഡ് പ്ലേസ് എന്നും പറഞ്ഞ് നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ അറിയാം. ഈ കാര്യവട്ടം ക്യാമ്പസിന്റെ ഒരു സൈഡ്, ബോണക്കാട് ബംഗ്ലാവ്, ഇവിടെ എല്ലാം നാട്ടുകാരെന്ന് വെച്ചാൽ ഇവര് ഈ മൗത്ത് പബ്ലിസിറ്റി വഴി കുറെ സ്റ്റോറീസ് ഇങ്ങനെ സ്പ്രെഡ് ആവും. സംഭവം എന്ന് പറഞ്ഞാൽ കാലൊച്ച കേൾക്കാം, മറ്റേ കുറച്ച് കരയുന്ന സൗണ്ട് കേൾക്കാം. അവിടെയൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും അതാ പറഞ്ഞത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇതില്ലേ, ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ ഫ്രീക്വൻസി ഒരു സ്ഥലത്ത് നിന്ന് മാഗ്നറ്റിക് വേവ്സ് വരുന്നത് പിടിക്കാം. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, UV ലൈറ്റ്, ഇതൊക്കെ മാത്രം ഈ ചിലപ്പം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് തോന്നാം, ഒരു സൗണ്ടായിട്ട് തോന്നുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാവുമായിരിക്കും. പക്ഷേ ഇതെല്ലാം ഈ സൗണ്ട് എല്ലാം നമുക്ക് ഓരോ മെഷീൻസ് അല്ലെ എക്യുപ്മെന്റ്സ് വെച്ച് നമുക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അത് അറിയാൻ പറ്റുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ
ആ, അത് പ്രേതമല്ല എന്നുമല്ല, അത് പ്രേതമാണ് എന്നുമല്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് സയന്റിഫിക്കലി ഇത് നിൽക്കുന്നത്. പേടി തന്നെയാണ് മെയിൻ തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഉറക്കത്തിലായാൽ തന്നെ നമ്മള് ഉറക്കത്തിൽ പ്രേതം ഇത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അടുത്ത് ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ, അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഷെയർ ചെയ്യാം. ഈ എക്സ്പീരിയൻസുകളിൽ തന്നെ പീക്ക് ലെവലായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഞാൻ പറഞ്ഞ ആ, പോലെ സത്യം, സ്ലീപ്പ് സത്യം. പാരാലിസിസ്. ഇത് ഈ സ്ലീപ്പ് പാരാലിസിസ് അല്ലാതെ തന്നെ ഇതുപോലൊരു സംഭവം എന്റെ ഒരു ബ്രദറിന് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തലയിൽ കൂടെ മൂടിയാണ് കിടക്കുന്നത്. എനിക്ക് മൊത്തം ഇരുട്ട് വേണം ഉറങ്ങാൻ. കണ്ണ് മാത്രം മുടിയാ പോലെ. എടാ കണ്ണടച്ചാലും എടാ ഉറങ്ങുന്നത് വരെ ലൈറ്റ് കിട്ടാൻ പാടില്ല. കാല് വരെ മറക്കണം. അല്ല, കാല് പിടിയിൽ കിടന്നാലേ പ്രേതം പിടിക്കുമെന്ന് വിചാരിക്കും. ഉറങ്ങുന്നത് വരെ കണ്ണിലോട്ട് ഒരു ലൈറ്റും പിടിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ മൂടും. അതാണ് ഞാൻ പറഞ്ഞത്, lights ഇട്ടാ പോരെ. കണ്ണിങ്ങനെ അടച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന കൈ വെച്ച് കുത്തി. കണ്ണിലിങ്ങനെ അതായാലും മതി. ഇപ്പൊ എന്റെ പുതപ്പേ ഉള്ളു. ഒരെണ്ണം മേടിച്ച് തരാം, blinds. ഓക്കെ, ഫസ്റ്റ് റവന്യൂ വെച്ച് എനിക്കൊരു ബ്ലൈൻഡ്സ്. Blinds മേടിച്ച് കൊടുക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യും. പുതപ്പ് മൂടി കിടക്കുവാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മിഡ് നൈറ്റ് നമുക്കൊരു ടൈം ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ ഓരോ ഉറക്കം രണ്ടുറക്കം എന്നൊക്കെ നമ്മൾ ഈ പ്രാദേശിക ഭാഷയിൽ പറയത്തില്ലേ, ഓരോ സ്ലീപ്പ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസിലോട്ട് പോകുന്ന ആ ഒരു ടൈമില് പെട്ടെന്ന് നമ്മളെ ബ്രെയിൻ ഉറങ്ങുമായിരിക്കും. അതാണ് അതിന് മനസ്സാണ് ഉറങ്ങുന്നത്. എന്തോ ഒരു സംഭവം, മനസ്സെന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എന്തോ ഒന്ന് ഉറങ്ങും, ഒന്ന് ആക്റ്റീവ് ആവും. ആ ഒരു സമയത്ത് എനിക്കിങ്ങനെ എന്റെ ഫ്രണ്ടിലായിട്ട് ഒരാള് ബ്രീത്ത് ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഹെവി ആയിട്ട് ആ ഒരു സൗണ്ട്, അത് ഇങ്ങനെ എനിക്ക് കേൾക്കാം. കണ്ണം തുറന്ന് നോക്കുന്നില്ല, എനിക്ക് നല്ലപോലെ കേൾക്കാം. ഞാൻ ഇങ്ങനെ ഇത് ആലോചിക്കും തോറും, അപ്പോഴും നോട്ട് ചെയ്യണം, ആലോചിക്കും തോറും ഈ സൗണ്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുവാണ്. അതായത് കാലിന്ന് ഇങ്ങനെ അടുത്തടുത്ത് കയറി കറക്റ്റ് ഫേസ് ടു ഫേസ് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പം ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇത് കൂടുവാണ്. ഇത് ഇങ്ങനെ ആ സൗണ്ട് കൂടുമ്പോൾ ഞാൻ നല്ലപോലെ പേടിച്ച്. ഞാൻ ഒരു നിമിഷം പുതപ്പ് മാറ്റി നോക്കണോ വേണ്ട ഇങ്ങനെ ആലോചിച്ച്, എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പുതപ്പങ്ങ് മാറ്റി. ഒന്നുമില്ലായിരുന്നു. ആ ഒരു പോയിന്റ് എനിക്ക് പേടി തോന്നി. അതെന്തിന്റെ കളി, മനസ്സിന്റെ പേടി തന്നെ ആയിരിക്കും. ചിലപ്പോ നമ്മളെ സ്വയം ബ്രീത്ത് എടുക്കുന്നതിന്റെ ആ സൗണ്ട് തന്നെ കേട്ടതായിരിക്കും. എന്തിന്റെ മൂലസ്ഥാനം അല്ലല്ല, പക്ഷെ മൂല കാരണം എന്ന് പറഞ്ഞാൽ പേടി തന്നെ. പണ്ട് ഈ കൊച്ചുങ്ങൾക്ക് ആരാ വരുമെന്നും പറഞ്ഞ്, കോക്കാച്ചി വരുമെന്നും പറഞ്ഞ് ഉള്ളിലേക്ക് ഇത് ചെയ്യപ്പെടുന്ന പേടി. സിനിമയിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് ഫെയർ അഗ്ലി. ഈ പേടിയില്ലാത്തത് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇമോഷണലി പേടി. അപ്പൊ പേടി ഉണ്ടാവും, പക്ഷേ സന്തോഷം, വിഷമം, ദേഷ്യം, അതേപോലെ തന്നെ അല്ല, പക്ഷേ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ആ നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ഈ പ്രേതം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം. അത് നെഗറ്റീവ് എനർജിയെ പ്രേതം എന്നുള്ള ഒരു പേരിട്ട് വിളിക്കുന്നതാണ്. ചിലപ്പോ നെഗറ്റീവ് എനർജി പ്രേതമല്ല സത്യം പറഞ്ഞാല്. അതിനെ ഓരോരുത്തരല്ല മെയിൻ ആയിട്ട് ഒരു സിനിമ എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രേതമാണ്, പിശാചാണ്, ഭൂതമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആക്കിയിരിക്കുന്നത്. ഞാന് പല ഇതിലും കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള ബാധ കയറിയത് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കൂടിയ ആൾക്കാർ അങ്ങനെയൊക്കെ ബാധ കയറിയത്, ഇങ്ങനെ മരിച്ചിട്ട് അവിടെ താമസിച്ചിട്ട് അങ്ങനെ കയറിയവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ അൾട്ടിമേറ്റ് കുറച്ച് പവർ കൂടുതലായിട്ടും, അല്ലെങ്കിൽ അതിന് ഭ്രാന്താണോ, അഡ്രിനാലിന്റെ നമ്മളുടെ ബ്രെയിനിന് നമ്മളെ ബോഡിയെ കൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും ഇരട്ടി മടങ്ങ് സ്ട്രെങ്ത് ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. സ്ട്രെങ്ത് നമുക്ക് ഉണ്ടോ അത് ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. നമ്മള് പേടിക്കുന്ന സമയത്താണ് അഡ്രിനാലിൻ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളൊരു തൂണ്, ഇരുമ്പ് തൂണ്, സ്റ്റീലിന്റെ തൂണ്. അപ്പൊ അത് നമുക്ക് ഇടിച്ചാലൊന്നും ഒരിക്കലും ഞണക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു വീഡിയോ ഉണ്ടല്ലോ, ഒരു ആക്സിഡന്റ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി വന്നിട്ട് അവൻ ആ ഫ്രസ്ട്രേഷൻ ഒരു ഇടിക്കുമ്പോൾ അത് ഞണങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അഡ്രിനാലിൻ റഷ് കയറുമ്പോൾ ഇതേപോലുള്ള അബ്നോർമൽ പവർ നമുക്ക് കിട്ടിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നീ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതെല്ലാം നമ്മുടെ മൈൻഡ് കൺട്രോൾ. അങ്ങനെയല്ല, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഇല്ലെന്ന് സയന്റിഫിക്കലിയും പറഞ്ഞിട്ടില്ല, ഞാനും പറയുന്നില്ല. ഇല്ലെന്നും പൂർണ്ണമായിട്ടും പറയുന്നില്ല, ഉണ്ടെന്നും പൂർണ്ണമായിട്ടും പറയുന്നില്ല. ഇങ്ങനെ നിക്കണം, സെന്ററിൽ നിക്കണം, കോയിന്റെ ഒരു രണ്ട് സൈഡ് അവിടെ നിക്കണം.
ഞാൻ പറഞ്ഞില്ലേ എന്റെ പണ്ട് ചേട്ടനും അമ്മയും കൂടെ ഇങ്ങനെ കിടന്നുറങ്ങണം. അപ്പം ആ സമീപത്തുള്ള മിക്ക വീടുകളിലും കള്ളം കയറി. അതേപോലെ നമ്മളെ വീട്ടിലും കയറി. ഈ കഥവില് ഉളിയും കൊണ്ട് ഉളി കൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് ഉളി കൊണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് കുറ്റി വരുന്ന ഒരു സ്ഥലം. അടുക്കള കഥവൊക്കെ അന്നത്തെ കാലത്ത് വലിയ കള്ളശല്യം ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒറ്റ കുറ്റിയൊക്കെ കാണുള്ളൂ. അപ്പോഴത്തേക്ക് ഉളി ഇങ്ങനെ കയറ്റിയിട്ട് ആക്കുമ്പോഴത്തേക്ക് ഒരു കഥവ് തുറക്കാം. തുറന്നിട്ട് ചേട്ടൻ ഇങ്ങനെ എന്തോ കാണാം. പക്ഷെ ഉറക്കത്തിൽ ഇതേ കണക്ക് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്ക് എന്തോ ഒരു മറ്റേ ചെറിയ വെട്ടം ഉണ്ടല്ലോ, ചെറിയ നമ്മളെ പണ്ടൊരു സിഗരറ്റ് ലാമ്പ് ഉണ്ടായിരുന്നു. സിഗരറ്റ് ലാമ്പിന്റെ അകത്ത് മറ്റേ ചെറിയ വെട്ടോടാ, മിന്നാണ് ചെറിയ ചെറിയ വെട്ടം. ആ വെട്ടം ഇങ്ങനെ കഥവിന്റെ അടുത്തൂടെ, അത് ലൈറ്ററിന്റെ ബാക്കിലുള്ളത്. ആ വെട്ടം ഇങ്ങനെ അടുത്തടുത്തോട്ട് അലമാരിന്റെ അടുത്തോട്ട് നടന്നു വരുന്ന ചേട്ടൻ കണ്ട്. അപ്പൊ ചേട്ടന്, നിനക്ക് സ്ലീപ്പ് പാരാലിസിസ് വന്ന പോലെ തന്നെ ചേട്ടന് ഈ ഒരു സംഭവം വന്ന്. എന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്നിട്ട് പേടിക്കുമ്പോ കൈയും കാലും അനങ്ങൂല, സൗണ്ടും വെളി വരൂല, എല്ലാം കാണാം. ഇങ്ങനെ കള്ളനൊക്കെ ഇങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിളിക്കുകയും അങ്ങനെ വിളിക്കുന്നു. നോക്കിയപ്പോഴത്തേക്ക് ഈ കള്ളൻ ഇതിന്റെ അടുത്തോട്ട്, അലമാരിയുടെ അടുത്തോട്ട് വന്നിട്ട്, അപ്പൊ അലമാരി പൂട്ടിയേക്കുന്നു. അപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. അപ്പം കിടന്നുറങ്ങുന്നത് എന്റെ അമ്മയും കിടന്നുറങ്ങുന്നുണ്ട്, ചേട്ടനും കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഈ കള്ളനാണെങ്കിൽ വന്നിട്ട് അമ്മയുടെ കാലിന്റെ അങ്ങോട്ടാണ് ആദ്യം ലൈറ്റ് അടിച്ചു നോക്കിയത്. എന്താ കൊലുസ് വല്ലതും ഇട്ടിട്ടുണ്ടോ അങ്ങനെ. അപ്പോഴത്തേക്ക് ആദ്യം ചേട്ടൻ വിചാരിച്ചെന്തോന്നാണെന്ന് അറിയാമോ? ഇത് കഴിഞ്ഞിട്ട് വിചാരിച്ച് അവന്റെ കട്ടിലിന്റെ അടിയിലാണ് ഇരിക്കുന്ന പുതപ്പങ്ങനെ എടുക്കാൻ ആരെങ്കിലും വന്ന്, കുടുംബ വീടാണ്, അപ്പം ആരെങ്കിലും പുതപ്പൊക്കെ വന്ന് എടുത്തോണ്ട് പോകും രാത്രി, അതായിരിക്കും എന്നും പറഞ്ഞ് കാലിന്റെ എവിടെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അല്ല, അവന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മ എന്താ അനക്കം തട്ടി നോക്കിയപ്പോ ഒരാള് കാലിന്റെ അവിടെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നു. അപ്പം അമ്മ പെട്ടെന്നുള്ള ആ ഒരു വിളിയില്, അവിടെ രണ്ടിനാല് ലക്ഷം നടന്നാണ് ആ പേടിയില്, പെട്ടെന്ന് ഷോക്കായി എണീക്കല്ലേ, അതില് അലറി വിളിച്ച് ഇവിടെ ആരാ നിക്കുന്നെന്നും പറഞ്ഞ് ഇങ്ങനെ ഇടന്ന് വിളിച്ചപ്പോഴത്തേക്ക് എല്ലാരും, ഞാനൊക്കെ വേറെ റൂമിലാണ് കിടന്ന, അപ്പൊ എല്ലാരും കൂടെ ഓടി വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും കാണാം നമ്മൾ വിചാരിച്ച അമ്മ സ്വപ്നം കണ്ട് കിടന്ന് വിളിച്ചായിരിക്കുന്നു. എന്തെന്നും പറഞ്ഞ് നോക്കിയപ്പോ കഥ തുറന്ന് കിടക്കുന്നു, കുറ്റി ഇളവി കിടക്കുന്നു. അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെല്ലാം ഇതേ വിളി, എല്ലായിടത്തും കയറിയിരിക്കുന്നു ഒരേ സമയത്ത്. ഓ സത്യം, നമ്മൾ കൂടുതൽ ഈ പ്രേതോന്ന് വിചാരിക്കുന്നത് ചിലപ്പോ കള്ളന്മാരും എനിക്കൊക്കെ ഈ രാത്രി ഒരു സ്ഥലത്ത് കൂടെ, ഒരു കാവിന്റെ അടുത്തൂടെ ആയാൽ തന്നെയും എനിക്ക് പോവാൻ പേടി. പ്രേതത്തിനെക്കാട്ടി ഇത് എനിക്ക് കള്ളന്മാര്, സൈക്കോപാത്തുകള്, ഇങ്ങനെയുള്ളവന്മാരാണ് എനിക്ക് പേടി. സംഭവം ഈ കള്ളന്മാര് എന്തെങ്കിലും അവരുടെ ഉദ്ദേശം നിറവേറാൻ വേണ്ടിയിട്ട് ഈ പ്രേതം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന സംഭവം അതുണ്ട്. അത് പണ്ട് ചില സ്ഥലത്ത്, എനിക്കറിയാവുന്ന ചില സ്ഥലത്തൊക്കെ ഈ ആ ഏരിയയിൽ മൊത്തം പ്രേതമുണ്ട്. ആ തേരി കയറി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് പ്രേതമാണ്. ഇത് തന്നെ ഉണ്ടല്ലോ സുമതി വളവ്, അത് ഇത് അങ്ങനെ. പക്ഷെ അവിടെ മോഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ മാറി വലിയതായി. പക്ഷെ ഇതിലൊക്കെ സത്യമുണ്ടോ? പിന്നെ ഈ മറ്റേ ഞാൻ രണ്ടും സംഭവം ഉണ്ട് അതില്, നമുക്കെല്ലാം അറിയാവുന്ന തന്നെ. ഇത് ഒരെണ്ണം ഞാൻ പറയാം, ഒരെണ്ണം അവൻ പറയും. സംഭവം നമ്മൾ ഈ ബാധയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് ഈ രാത്രിയിൽ പെൺകുട്ടികൾ മുടി അഴിച്ചിട്ട് ചില സ്ഥലങ്ങളിൽ പോവരുത്, സന്ധ്യ സമയത്ത് മുടി അഴിച്ചിട്ട് പോവരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് തന്നെ കൊച്ചു പെൺകുട്ടികൾ വെളിയിൽ ഇറങ്ങരുതെന്നൊക്കെ വീട്ടിൽ അതിലൊക്കെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് ചിലർക്ക് അവരുടെ ക്യാരക്ടർ പെട്ടെന്ന് മാറുകയും ചെവിയൊക്കെ ചുമന്ന് കുറച്ച് വലുതാവും. അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചിന് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും എക്സ്പീരിയൻസ്? എനിക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പള്ളിയുടെ ഒരു കഥയുണ്ട്. ഏതോ ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അവിടെ ഈ ആദ്യത്തെ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ സഫിലൊന്നും പോയി കിടന്നുറങ്ങരുത് എന്നുള്ളൊരിതുണ്ട്. സഫ് എന്ന് ഉദ്ദേശിച്ചത് ആദ്യത്തെ വരി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ പോയി കിടന്നുറങ്ങരുത്, അങ്ങനെയൊക്കെ കുറെ ഇതുണ്ട് രാത്രി. അപ്പൊ ഈ പള്ളിയിൽ കുറച്ച് അല്ല, ഈ കമ്മിറ്റിക്കാര് ഒരു ദിവസം പള്ളിയിൽ എന്തൊക്കെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ട്, മതപ്രഭാഷണം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഒരു പള്ളിയിൽ ഒരു പോയിന്റിൽ കിടന്നുറങ്ങിയ കുറച്ച് പേരുണ്ട്. ഈ ഉറങ്ങി രാവിലെ എണീറ്റപ്പോ ഇവര് കിടന്ന സ്ഥലത്തല്ല ഇവര് കിടക്കുന്നത്. അല്ല എല്ലാരും, ഈ 3 പേരും കിടന്ന സ്ഥലത്തല്ല കിടക്കുന്നത്. 3 പേരുണ്ടായിരുന്നു. 3 പേരും വേറെ സ്ഥലങ്ങളിലാണ് ഇവർ കിടക്കുന്നത്. ഇവർക്ക് 3 പേർക്കും ഇതേ ഒരു അനുഭവം ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതിലൊരു
ഓക്കെ ഇതിനി സത്യമാണോ അതോ എന്താണ്, നമുക്ക് ഇത് നെഗറ്റീവ് എനർജി ആണോ, ഇനി ഇവർ ഉറക്കത്തിൽ അറിയാതെ കിടന്നതാണോ, അങ്ങനെ മാറി കിടന്നതാണോ, മൂന്ന് പേർക്കും? പക്ഷെ മൂന്ന് പേർക്ക് ഈക്വൽ ആയിട്ട് എങ്ങനെ വരുന്നത്? ജമാഅത്തുള്ള പള്ളിയാണ്, ജമാഅത്തുള്ള പള്ളി. അപ്പൊ ചിലപ്പോ പ്രേതമായിരിക്കും. അല്ല, നമുക്ക് ഈ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതിനൊരു. അത് കൺക്ലൂഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. ബാധ എന്നൊക്കെ പറയൂലേ, ബാധ കയറി. അപ്പൊ അത് എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഇവിടെ ഒരു ഫാമിലിക്ക് സംഭവിച്ചതാണത്. അപ്പോഴത്തേക്ക് ഒരു ഡുവൽ പേഴ്സണാലിറ്റി, ഡുവൽ അല്ല, 3 പേരുടെ പേഴ്സണാലിറ്റി. ഇത് ഒരു ഒരു കൊച്ചാണ്, കുറച്ചൊരു ടീനേജ് ആയിട്ട് പ്രായമുള്ള ഒരു പെങ്കൊച്ചാണ്. അപ്പം അവർ ആ പെങ്കൊച്ച് അബ്നോർമലായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളായിട്ട്. അവിടെ എവിടെ ഒരു പൊട്ടക്കിണറങ്ങാണ്ടുണ്ട്. അപ്പോൾ ആ പൊട്ടക്കിണറിൽ പണ്ടെപ്പോഴോ ഒരു ഗർഭിണിയല്ല, ഒരു അമ്മയും കുഞ്ഞും കൂടെ ചാടി ചത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കഥ ഇങ്ങനെ നിലനിൽക്കെ അങ്ങോട്ടൊന്നും പോവരുത് എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. അത് അവരുടെ ഫാമിലിയുടെ തന്നെ ഏതോ പെരേടോ അങ്ങോട്ടൊക്കെ ആണ്. അപ്പൊ ഇത് എപ്പോഴോ ഈ കൊച്ചങ്ങണ്ട കാണാൻ ചെന്ന്, ഈ കഥ അറിയാലോ, കാണാൻ ചെന്നതിന് ശേഷം ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത് കൊച്ച്. അപ്പോഴത്തേക്ക് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ബാധ ഒഴിപ്പിക്കുന്ന, ഈ ബിഹേവിയർ മാറിയപ്പോൾ തൊട്ട് ഈ ബാധ ഒഴിപ്പിക്കുന്ന ഒരാൾ വന്നിട്ട് ആ ആള് ഗേറ്റ് കടന്നപ്പോൾ തൊട്ട് കൊച്ച് മറ്റേ അമ്മയായിട്ടും കുഞ്ഞായിട്ടും ഈ കൊച്ചായിട്ടും മാറി മാറി ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പൊ വീട്ടുകാർ എന്തായാലും പേടിക്കൂലേ, എന്തായാലും പേടിക്കും. അപ്പോഴ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആള് വന്നിട്ട് പറഞ്ഞു ഇത് ബാധയാണ്, ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും മരണം നടന്നിട്ടുണ്ടോ, ആ മരണം നടന്നതിന്റെ സംഭവമാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പം മുമ്പ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു മരണം ഇവിടെ നടന്നിട്ടുണ്ട് 2 പേരുടെ. അപ്പൊ ഈ കഥയൊക്കെ കേട്ടതിന്റെ ഒരു പേടിയിലായിരിക്കും ചിലപ്പം. എനിക്ക് തോന്നുന്നു ഇത് കഥ കേട്ടിട്ട് നമ്മൾ ആ പേഴ്സണാലിറ്റി ആയിട്ട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പേടി കൂടിയിട്ട് അങ്ങനെ. അപ്പോഴും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, വെറും ഒരു ചരടൊക്കെ കൊണ്ട് കെട്ടുമ്പോഴത്തേക്ക് ഇത് വെറും നോർമൽ ആവുന്നുണ്ട്. അപ്പൊ ഇത് വിശ്വസിക്കണോ വേണ്ടേ? അപ്പൊ ഒരു ചരടിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? ചരടിന് നിയന്ത്രിക്കുന്നല്ല, നമ്മൾ ഈ കൂടോത്രം എന്നുള്ള ഒരു സംഭവം, ബ്ലാക്ക് മാജിക്, അതിനെ പറ്റി കേട്ടില്ലേ? ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പുള്ളിക്കാരൻ തന്നെ നമ്മളെ നാട്ടില് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പുള്ളിയുടെ കഥ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പണ്ടുള്ള സെയിം ഒരു കഥയാണ്. അപ്പൊ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു ആളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനെ ഇയാളെ നല്ല പ്രായത്തില് അയാള് എന്തോ കാരണം കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പൊ അടിക്കുമ്പോഴത്തേക്ക് ഇയാള് പോയിട്ട് മറ്റേ ആ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുടെ അടുത്ത് പറഞ്ഞ് അവര് കൂടോത്രം ചെയ്ത ആളിന്റെ മാനസിക നില തെറ്റി. മാനസിക നില തെറ്റിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല്, ഈ ആളുടെ ഉമ്മ വന്നിട്ട് ഇവരുടെ അടുത്ത് മാപ്പ് പറയണമെങ്കിൽ എന്തോ ചെയ്തേക്കുന്നത് അഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റി കൊടുക്കാം. അപ്പൊ അവര് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് കാലക്രമേണ അവര് മരണപ്പെട്ടു പോയി. ആ പുള്ളിക്കാരൻ ഇപ്പോഴും ആ മാനസിക നില തെറ്റി നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാരും നമ്മളെ ഈ നാട്ടിലെല്ലാരും നമ്മള് മനുഷ്യരെ തന്നെയാണ് പേടിക്കാനുള്ളത്, പ്രേതങ്ങളെയൊന്നും അല്ല പേടിക്കേണ്ടത്. മനുഷ്യരെ ഓരോന്നിനെ ഇത് മനുഷ്യന്മാരെ തന്നെ. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്ന കൊലയും എല്ലാം മനുഷ്യന്മാരെ തന്നെ കൊല്ലുന്നതാണ്. അല്ലാണ്ട് ഈ പ്രേതം പിടിച്ചു മരിച്ചു, അല്ലെങ്കിൽ പ്രേതം കാരണം മരിച്ചു, അല്ലെങ്കിൽ മരിച്ചു, പ്രേതം 101 പവൻ സ്വർണം കവർന്നു. മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യന്മാർ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പലതിനെയും. ഈ ഞാൻ പറയില്ലേ, നിലനിൽക്കുന്ന സ്റ്റോറി നമ്മളെ മനസ്സിലായത് എത്ര ആഴത്തിലാണോ പതിയുന്നത്, അതിനനുസരിച്ച് നമ്മൾ പിന്നെ ബിഹേവ് ചെയ്യും. അല്ല, ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുമ്പോ മാടന്റെ ചങ്ങല കിലിങ്ങുന്ന കേൾക്കാം, രാത്രി അങ്ങോട്ട് പോവരുത്, ഇന്നൊരു സ്റ്റോറി ചിലപ്പോ അതൊരു മിന്നാമിനിങ് ആയിരിക്കും. ആ ഒരു സമയത്ത് ആ ഒരു പോയിന്റിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു മിന്നാമിനിങ് പോയാൽ നമുക്ക് എന്ത് തോന്നും? തീകോളം. അയ്യോ, എക്സ്പീരിയൻസ് ചെയ്യും. അല്ലടാ, നമുക്ക് അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും ഇത് അറിഞ്ഞൂടെ. ഈ ഒരു സംഭവം നമുക്കൊരു പല സയന്റിസ്റ്റുകളായാൽ തന്നെയും ഡിസ്കസ് ചെയ്തിട്ടായാലും ഒരുപാട് പഠിച്ചിട്ടായാൽ തന്നെ അവർക്കും ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഇല്ലെന്ന് പറയാനും പറ്റൂല, ഉണ്ടെന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സംഭവമില്ലേ ഇത്. എങ്ങനെ ഇല്ലെന്നും ഉണ്ടെന്നും പറയാൻ പറ്റുന്ന കാരണം വെച്ചാൽ ഇത് ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം ഇപ്പൊ ഓരോ ഹോസ്റ്റലുകളൊക്കെ കുറച്ച് സ്റ്റോറീസ് ഉണ്ടല്ലോ. ഇപ്പൊ യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട്. ആ ഒരു ചാനലുണ്ട്. അപ്പം അതില് പുള്ളി നന്നായിട്ടാണ് അത്
പറയുന്ന കാര്യം. എനിക്ക് ആ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ കാണും. എനിക്ക് ഇത് കുറച്ച് നല്ല ടോപ്പിക്കാണ്. ഈ ഹോസ്റ്റലിൽ ഇന്ന രീതിയിൽ എന്ന് വെച്ചാൽ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് എന്നും ഫാൻ ഓൺ ആവും, ചിലപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആയിരിക്കാം, ലൈറ്റ് ഓൺ ആവും, കതവ് തുറന്നു കിടക്കാം, ഇങ്ങനെ ഇങ്ങനെ പല സ്റ്റോറീസ് ഇല്ലേ, ഇതൊക്കെ എന്താണ് ആർക്കും ഇത് ചിലപ്പോ കൂട്ടുകാർ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ അറിയില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഈ സ്നോബിയെ കേട്ടിട്ടുണ്ടാവില്ലേ, പള്ളിയില് രാത്രിയില്, അതായത് എല്ലാരും ഉറങ്ങി കിടക്കുമ്പോഴത്തേക്ക് ആരോ പൈപ്പ് തുറക്കുന്ന കൊതു എടുക്കുന്നു. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് 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 ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് മറ്റേ അത് നിങ്ങൾ പറഞ്ഞ അതുമായിട്ട് വല്ലതും ഉള്ളതാണ്. ഏതാണ് നിങ്ങൾ പറഞ്ഞ ഒരു പള്ളി കിടന്നുകൂടുന്നത് എല്ലാം ഒരേ പള്ളിയാണ്? അല്ലല്ല, ഇത് വേറെ പള്ളിയാണ്. ഇങ്ങനെ വെച്ചാല് പള്ളികൾ അത്യാവശ്യം ഈ കബറടക്കം ചെയ്യുന്ന പള്ളികൾ അങ്ങനെയുള്ള. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു റോഡ്, ആ റോഡിൽ എന്നും ആക്സിഡന്റ് ഉണ്ടാവും. എല്ലാ ദിവസവും ഈ ഇന്നൊരു ടൈം ആകുമ്പോൾ അവിടെ ആക്സിഡന്റ് ഉണ്ടാവും. എങ്ങനെ എല്ലാ ദിവസവും? എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും കണ്ടേണ്, അവിടെ എല്ലാ മാസത്തിലും അങ്ങനെ കണ്ടേണ്. അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമില് അവിടെ ആക്സിഡന്റ് ഉണ്ടാവും. അപ്പോ ഇത് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോ അത് പിന്നെ നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തോ അവിടെ ഇങ്ങനെ ചോര വീഴണം, അതായത് റോഡിൽ ചോര വീണാലാണ് അതിന്റെ ഇത് അതിന് വേണ്ടിയിട്ടാണ്, ചോര കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇതുണ്ട്. പക്ഷെ പിന്നെ തൊട്ട് ബലി കൊടുക്കാൻ ബലി കൊടുക്കാൻ തുടങ്ങി. ആടിനെ കോഴിയെ ചോര അവിടെ ഇതാക്കുമ്പോഴത്തേക്ക് ആക്സിഡന്റുകൾ കുറഞ്ഞു തുടങ്ങി എന്നുള്ള ഇതിന്റെ ജെനുവിനിറ്റി നമുക്കറിയില്ല. ചിലപ്പോ ഇത് അവിടെ ആ റോഡിന്റെ കുഴപ്പമായിരിക്കാം വീഴുന്നത്, അല്ലെങ്കിൽ ഇത് വേറെ ഒരു സംഭവം ഉണ്ട്. ഈ ഓജ ബോർഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓജ ബോർഡ് കളിക്കുന്നവർക്കല്ലാതെ ഒന്നും ആർക്കും ഒന്നും അറിയത്തില്ല, പ്രേതം വരുന്നുണ്ടാ ഇല്ല. അല്ല, ഇതില് ഇപ്പോ ഈ കൂട്ടുകാർ ചേർന്ന് പ്രാങ്ക് ചെയ്യുന്നതല്ലാണ്ട് നമുക്ക് അതിലൊരു സത്യാവസ്ഥ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്കത് ഇനി അതിന്റെ ഒരു വീഡിയോ കൂടെ ഇടാം. അല്ല, ഇത് നമുക്ക് ഇതിൽ 2 ടൈപ്പ് ഓഫ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ ഇപ്പൊ ഭ്രാന്തായ ഒരാള്, അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അവര് കാണുന്ന ലോകം വേറെ ആയിരിക്കും, അവര് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല ഒരിക്കലും. നമ്മൾ പറയും അത് ഭ്രാന്താണെന്ന്, ഇല്ലേ? പക്ഷേ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അവരുടെ മൈൻഡിന്റെ കളികളാണ്. മൈൻഡ് ഔട്ട് ആയാൽ പിന്നെ നമ്മളെ ബോഡി കൊണ്ട് യൂസ് ഇല്ലാതാവുകയാണ്, എന്തൊക്കെയോ നടക്കും. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പം വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ പയ്യന്മാരെല്ലാരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സെമിത്തേരി ഒക്കെ കാണാൻ പോകത്തില്ലേ? സെമിത്തേരി ഇങ്ങനെ കാണാൻ പോയിട്ട് ഒരുത്തനെ മാത്രം നമ്മളെല്ലാരും ഒരുമിച്ചോട്ട് ഒരുത്തനെ മാത്രം അവിടെ നിർത്തിയിട്ട് തിരിച്ച് മതിലിയാടി വരും, അങ്ങനെ സംഭവമില്ല. അപ്പൊ ആ ഒരു പയ്യന് ഒരു അനുഭവം ഉണ്ടാവും, ഒരു പേടി തട്ടത്തില്ലേ? അപ്പൊ ആ പേടി കാരണം ഇവൻ ഇട്ടിരുന്ന കൊന്ത ഉണ്ടല്ല, കൊന്ത രാത്രി പൊട്ടിച്ചെറിഞ്ഞ് കളഞ്ഞ്. ഇതൊക്കെ കാണുമ്പോ എന്തായാലും റിലേറ്റ് ചെയ്യുന്ന ഏതുമായിട്ടാണ് നമ്മള് പിറ്റേന്ന് തലേന്ന് രാത്രി പോയി കണ്ട സെമിത്തേരി, അവിടുത്തെ പ്രേതം. ഇതുകൊണ്ട് പേഴ്സണാലിറ്റി മൊത്തം ചേഞ്ച് ആകും. ഇപ്പം ഒരു അടുക്കും ചിട്ട ഇല്ലാത്ത ഒരുത്തനാണെങ്കിൽ പെട്ടെന്ന് OCD ഉള്ള പയ്യനെ കണക്ക് ബിഹേവ് ചെയ്ത് തുടങ്ങി എല്ലാവർക്കും ഒരു ഇതാവത്തില്ലേ? അപ്പോഴും ഇപ്പൊ ഒരു പള്ളിയിലച്ഛനായാലും ഒരു മന്ത്രവാദി ആരിൽ വന്ന് ഒരു ചരടൊക്കെ ജപിച്ച ഈ മാനസിക നില ശരിയാവുമെങ്കിൽ നമുക്ക് അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്താണ് സംഭവം അറിയാൻ പറ്റില്ല. അതില് ഒന്നും പറയാൻ പറ്റില്ല. കണ്ണ് ദോഷം, കണ്ണേറെന്നൊക്കെ പറയുന്ന കണ്ണേറ്, അതിനും അത് ഏക്കത്തില്ലേ നമുക്ക്? അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ കൊതി കിട്ടുമ്പോ ഉപ്പ് മുളവില് തുപ്പി വയറ്റിലൊഴിഞ്ഞ് കളയുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാവും. അത് എനിക്ക് തോന്നണേ, നമ്മുടെ ബോഡിയും മൈൻഡുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ തന്നെ വിശ്വസിക്കും ഇതിപ്പോ റെഡി ആവുമല്ലോ. അറിയത്തില്ല, പക്ഷെ ഇതുള്ളതാണ് കേട്ടോ. കൊതി കളയുമ്പോഴത്തേക്ക് എനിക്കുള്ളവർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേസ് ഉണ്ടെന്ന് വെച്ചാല് നമ്മൾ പോസിറ്റീവ് എനർജി എന്നുള്ളൊരു സാധനം ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളുടെ ഡിപ്രഷനിലിരിക്കുന്നു, അപ്പൊ അവരുടെ അടുത്തോട്ട് കുറെ പോസിറ്റീവ് എനർജി ആയിട്ട് കുറെ ഫ്രണ്ട്സ് വരെയുണ്ട്. അപ്പോഴത്തേക്ക് ഈ നെഗറ്റീവ് എനർജി മാറി അവിടെ ഒരു പോസിറ്റീവ് വരും. എന്നാ പക്ഷെ ഇതേ സമയത്ത് നെഗറ്റീവ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ നിൽക്കുന്നതെന്ന് വെച്ചാൽ എല്ലാരും എന്തെങ്കിലും ആവട്ടെ, നീ വേറെ കൊള്ളൂല, അങ്ങനെ സാധനം. അതാണ് പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. അതായത് ഒരു ആത്മഹത്യക്ക് നിൽക്കുന്ന ഒരാളെ നമുക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റണമെങ്കിൽ കുറച്ച് പോസിറ്റീവ് എനർജി കൊടുത്താൽ മതി. പോസിറ്റീവ് ആയിട്ടുള്ള ഈ എനർജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും ചരടിലൊക്കെ കെട്ടി ഇതാക്കുന്ന. അല്ല,
വേറൊരു കേസില്ല, നമ്മളിപ്പം ഏത് മതം എടുത്താലും പള്ളി, അമ്പലം, എവിടെ ആയാൽ പോലും അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് കൂടുതൽ. പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും പോസിറ്റീവ് എനർജി. അപ്പം സത്യം. അപ്പൊ ഒരു നമുക്കൊരു റിലീഫ് അത് തന്നെ ആയിരിക്കും അതിന്റെ ഒരു ഇല്ലേ, ഭയങ്കര റിലീഫ് അല്ലേ. സ്ട്രാറ്റജി. അത് എനർജി ആയി, അതൊരു എനർജി സോഴ്സ് ആയി. അത്രയും എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒന്ന് അതിനിപ്പോ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന്റെ അടുത്ത് സംസാരിച്ചാ പോരെ ഈ ഒരു ചരട് കെട്ടുന്നതിന് പകരം? അല്ല, അങ്ങനെയല്ല. സ്പീക്കറിന് സ്പീക്ക് ചെയ്യാൻ മാത്രമേ പറ്റൂ. അല്ല, അത് ചരട് ഇട്ട് ഇറക്കിവിടെ. ചരടിലേ നിൽക്കും പരിപാടി. ഈ ചരട് എന്തിനാണ്? എടാ ഇത് സംഭവം ഞാൻ പറയാം, കിടന്നെടുക്കാതിരിക്കാനൊന്നുമല്ല. ഇത് എനിക്ക് ജോലിയിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഭയങ്കര ഉയർച്ച. സത്യം, ഇത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് ഘോരം പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, രണ്ടും ഉണ്ടെന്ന് വിശ്വസിക്കാം, ഇല്ലെന്നും വിശ്വസിക്കാം, നടുക്ക് നിക്കാം. അല്ല, നമുക്കിതില് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി ആയിട്ട് തിരിക്കാം. നമുക്ക് പോസിറ്റീവ് കിട്ടണമെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഒരു കാര്യം പോയി പള്ളിയിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ എവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിപ്പോ എന്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു പരിസരത്തിന്റെ, ആ ഒരു പ്രദേശത്തിന്റെ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് തോന്നുന്നു സ്ഥലത്തിലും അങ്ങനെ കാണും. എനർജി ലോ ഒക്കെ പഠിച്ചിട്ട് എനർജി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റൂല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് മാറ്റാനേ പറ്റുള്ളൂ. അതന്നെ, നമ്മള് മരിക്കുമ്പോ നമ്മളെ ശരീരത്തിലുള്ള എനർജി വേറെ എന്തിലോട്ടെങ്കിലും ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റും, നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കണം. പറ്റുമായിരിക്കണം. അതാണ് എല്ലാത്തിന്റെ ഒരു ഓറ എന്നൊക്കെ ഇപ്പൊ റീലില് കാണുന്ന ഓറയല്ല, അല്ലാതെ റിയൽ ഓറ. അല്ല, ഒരു സംഭവമാണ്. നമുക്ക് ചിലര് വരുമ്പോ ഓറ ഫീൽ ചെയ്യുന്ന അവര് അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു സെറ്റ്. അല്ല, അതിപ്പോ ഈ മതപണ്ഡിതന്മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം എന്തായാലും അറിവ് കൂടുതലുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഓറ ഇപ്പൊ ഈ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രഭാഷണം എന്ത് നടത്തിയാലും അല്ലെങ്കിൽ അവരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു ഓറ ഫീൽ ചെയ്യില്ലേ പലപ്പോഴും. പക്ഷെ നമ്മൾ ഒരിക്കലും, എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ആയി പോവില്ലേ. ആ ഒരു മതത്തിന്റെ പേര് മാത്രം അല്ലെങ്കിൽ ഇതില് മാത്രം അറിവ് കിട്ടിയിട്ട് അത് എനിക്ക് ഒരിക്കലും അതിനോട് താല്പര്യമില്ല. എല്ലാ സൈഡിലും അറിവ് വേണം. എല്ലാ സൈഡിലും അറിവ് വേണം. അപ്പോഴ് കുറെ ആൾക്കാരെ ഈ മതത്തിന്റെ ഇതിലോട്ട് മാത്രം അവര് സെറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു മതത്തിൽ മാത്രം നടക്കുന്ന കാര്യമില്ല, ഒരു മതത്തിലല്ല പറഞ്ഞ, അതന്നെ എല്ലാ മതത്തിലും നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് അല്ല, ഇത് നമുക്ക് ജനറലൈസ് ആക്കി പറയുകയാണെങ്കിൽ ഇതിലൊരു കോമൺ ഫാക്ടർ ആണ് ഇതൊരു സംഭവം. മനുഷ്യൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ മനുഷ്യന് നടക്കുന്ന പേടിക്കേണ്ടത് ഞങ്ങളുടെ ഈ വീഡിയോ കൊണ്ടുള്ള ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രേതത്തിനെ അല്ല പേടിക്കേണ്ട. ഞങ്ങൾക്ക് മനസ്സിലാക്കിയതിടത്തോളം കാലം മനുഷ്യന്മാരെ മാത്രം പേടിച്ചാൽ മതി. മനുഷ്യനെയും മനസ്സിനെ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ പറ്റുമെന്ന് പറഞ്ഞാല് കൈവിട്ട് പോയാൽ ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറയട്ടെ. ഇപ്പം നമുക്ക് ഒരു സ്പെസിഫിക് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ പേടിക്കുന്നത് വേറൊരു മനുഷ്യനെ ആയിരിക്കും ചില സമയത്ത്. ഇപ്പോൾ ചിലൊരു മൊമെന്റ് എത്തുമ്പോൾ അവൻ കത്തിയെടുത്ത്, നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരുത്തനാണെന്ന് വെച്ചു, ഒരുത്തൻ നല്ല ആരോഗ്യമുള്ള ഒരുത്തനാണ്, കത്തിയെടുത്ത് കുത്താൻ വരെയാണ്. അപ്പം നമ്മൾ പേടിക്കുന്ന മറ്റൊരു മനുഷ്യനെയാണ്. അല്ലാതെ പ്രേതമോ അങ്ങനത്തെ ഒരു സംഭവമല്ല. നമ്മളെ പേടിയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ മനുഷ്യനെ തന്നെയാണ് ഇപ്പൊ പേടിക്കേണ്ടത്, അല്ലാണ്ട് പ്രേതം ഐ ഡോണ്ട് തിങ്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലോ അല്ലെങ്കിൽ ഇതിനും കേട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്ലീപ്പ് പാരാലിസിസ് ഒന്ന് അനുഭവിക്കണം എന്ന് ഞാൻ പറയുക. അതൊന്ന് അനുഭവിക്കണം. വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല രസമാണ്. അപ്പോഴേ ഞെട്ടി എണീക്കുന്നു, പിന്നെ പഴയ പോലെ കിടന്നു. ആ ഒരു മൊമെന്റിൽ നമ്മൾ അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ പേടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇരുട്ടിനെയാണ്. അല്ലെ, ഇരുട്ടത്താണ് കൂടുതൽ. എന്തുകൊണ്ട് പകൽ ഈ ഒരു സംഭവം നമ്മൾ അത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല പലതും, അല്ലെ? ഉറങ്ങണമെങ്കിൽ ഇരുട്ട് വേണം. പക്ഷെ എന്നാൽ പേടിക്കാൻ നമ്മളൊരു ഇപ്പൊ ഒരു പൊതു സ്ഥലത്ത് ഒരു ഇരുട്ട് വന്ന് നമുക്കൊരു പേടിയുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ. അത് പേടി എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സിൽ മുന്നേ ചാർത്തപ്പെട്ട പല കഥകളും. അത് നമ്മൾ ഇരുട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ദൂരോട്ട് നോക്കിയാൽ ഒരു വെട്ടം ഇല്ലെങ്കിൽ കാണാൻ പറ്റൂല. അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടായിരിക്കോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ. ഒരു ഇരുട്ടത്ത് ജസ്റ്റ് ജനലിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോ കാണുന്ന ഒരു വാഴയായിരിക്കും.
അപ്പോഴും നമുക്ക് തോന്നുന്നതാണ് ആരാ അവിടെ നിൽക്കുക നമ്മള് വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ മൊമെന്റ് ഉണ്ടാവും. നിനക്ക് എന്താ പറഞ്ഞ അതാണ് സംഭവം. അല്ല ഇപ്പം വെള്ളത്തില് നമ്മൾ വെള്ളം കാണുമ്പോൾ പേടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നീന്തൽ അറിയാവുന്നവർ പക്ഷെ വെള്ളം കാണുമ്പോൾ പേടിക്കില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ വെള്ളം കാണുമ്പോൾ പേടിക്കുമെന്ന് ചാടാൻ. പക്ഷെ നീന്തൽ അറിയാവുന്ന ഒരാള് പേടിക്കില്ല. അതേപോലെയാണ് ഈ അതായത് ഈ ഒരു പേടി എന്ന് പറയുന്ന സംഭവമാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. ഞങ്ങൾ ഇനിയും പുതിയ പുതിയ അറിവുകളുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോ അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഹൊറർ നൈറ്റ്.